പ്രിയപ്പെട്ട കൃഷ്ണദാസ് മാഷ്, സ്നേഹമുള്ള മറ്റ് സുഹൃത്തുക്കളെ, ഇതൊരു പാർട്ടി ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രെയിൻ ഓൺ ചെയ്യാൻ തീരുമാനിച്ചത് വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ബാക്ക് ബെഞ്ചേഴ്സ് ഒരു വികാരപരമായ പേരാണ്. കാരണം നമ്മളെല്ലാവരും ബാക്ക് ബെഞ്ചേഴ്സാണ്. കേരളത്തിൽ ധിക്കാരികൾക്കിരിക്കാവുന്നൊരു സീറ്റാണ് ബാക്ക് ബെഞ്ച് എന്ന് കാണുന്നവരാണ് നമ്മൾ. ക്ലാസ്സിൽ എപ്പോഴും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെയില്ല, 1ാം റാങ്കുകാരനോ 2ാം റാങ്കുകാരനാണോ. പക്ഷെ എനിക്കിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സീറ്റ് ബാക്കായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്കൊരു ധാരണയുണ്ട്, ധിക്കാരികളുടെ ഒരു സീറ്റാണ് ബാക്ക് ബെഞ്ച് എന്നുള്ളത്. ഇവിടെ പറയാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രണയമാണ് ബാക്ക് ബെഞ്ചസ്. ഞാൻ സുജിത്തിനോട് ചോദിച്ചു, ഒരു പ്രണയത്തെ ആധാരപ്പെടുത്തിയിട്ടുള്ള ജീവിതത്തിൻ്റെ വിവിധ ദിശാബോധങ്ങളുമാണ് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന സിനിമയിലൂടെ സുജിത്ത് പറയാൻ വേണ്ടി പോകുന്നു. 2.5 വർഷക്കാലം കോവിഡ് നമ്മുടെ പലതും തകർത്തു. ക്രിസ്തുവിന് മുമ്പ് ശേഷവുമാണ് സാമൂഹ്യ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്ന 2 കാലം, AD BC. ഇപ്പോൾ കോവിഡിന് മുമ്പ് ശേഷവും എന്നടയാളപ്പെടുത്തേണ്ടി വരുന്ന വിധത്തിൽ ലോകം തന്നെ മാറി. അതിൽ ഇത്തിരി നേരം വൈകി, പക്ഷേ നേരം വൈകിയതൊരു പ്രയാസമായി കാണണ്ട. നേരം വൈകിയാലും ചിലത് അംഗീകരിക്കപ്പെടാൻ നേരം വൈകിപ്പോയാലും നല്ലതുപോലെ അംഗീകരിക്കപ്പെടും. പ്രണയത്തിന് പല ധാരണകളും സാധ്യതകളും. എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും അനന്തമായ സാധ്യതകളുള്ള വിഷയമാണ് പ്രണയം. അതിന് പല തരമുണ്ട്, പല വിഭാഗമുണ്ട്, ജീവിതത്തിൻ്റെ തന്നെ പല കോണുകളുണ്ട്, പ്രായത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് പ്രണയം. സതീഷ് പറഞ്ഞ പോലെ ഞാനെപ്പോഴും ആലക്കോടിനെ കോട്ടി എന്ന് സതീഷ് ഇങ്ങനെ പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ചില ഘട്ടങ്ങളിലങ്ങനെ പറഞ്ഞാലങ്ങനെ പറയും. പ്രണയത്തിലൊക്കെയും മരണമുണ്ടെന്നാണ് ഋതിമൂർത്തികളിൽ നിന്ന് പറയുന്നു താജ്മഹൽ എന്ന് പറഞ്ഞിട്ട് ആലക്കോടിൻ്റെ ഒരു കവിതയുണ്ട്. താജ്മഹലിൽ പോലും പ്രണയത്തിലൊക്കെയും മരണമുണ്ടെന്നാണ് ഋതുമതികളിൽ നിന്ന് പറയുന്നു താജ്മഹൽ എന്നാണ് ആലക്കോട് വേലാസാരിയുടെ സംസ്ഥാന പ്രസിഡന്റ് എഴുതിയിട്ടുള്ള വലിയ സൂചിച്ചത്. എന്തായാലും സുജിത്തിൻ്റെ ഈ ട്രെയിലറിൻ്റെ വാക്ക് പോലെ തന്നെ വരാൻ പോകുന്ന ഒരു മഹാമുന്നേറ്റത്തിൻ്റെ സൂചനയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഞങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ട്രെയിലർ ഓൺ ചെയ്യുകയാണ്. നമസ്കാരം. റിലീസ് ചെയ്യാം. ഒരുപാട്